എല്ലാവർക്കും നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ ഒരു ചിന്താശകലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നീതിസാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വൃശ്ചികസ്യ വിഷം പുച്ഛം മക്ഷികായ വിഷം ശിര തക്ഷകസ്യ വിഷം ദന്തം സർവാംഗം ദുർജനസ്യജ. വൃശ്ചികസ്യ തേളിന് വിഷം അതിൻ്റെ വാലിന്മേലാണ്. മക്ഷികായ വിഷം ശിര ഈച്ചകൾക്ക് അതിൻ്റെ വിഷം ശിരസിലാണ്. തക്ഷകസ്യ വിഷം ദന്തം സർപ്പങ്ങൾക്ക് അവയുടെ പല്ലിന്മേലാണ് വിഷമിരിക്കുന്നത്. എന്നാൽ സർവാംഗം ദുർജനസ്യജ ദുർജനങ്ങൾക്ക് വിഷം അവരുടെ സർവാംഗങ്ങളിലുമാണ്. രണ്ട് ശക്തികൾ ആണ് നമ്മുടെ ഗുണദോഷങ്ങളെ നിർണയിക്കുന്നത്. അത് ഉത്തമ ഗുണവും അധമ ഗുണവുമാണ്. ഈ ദ്വിഗുണങ്ങളാണ്, അധമ ഗുണവും ഉത്തമ ഗുണവും. ഈ രണ്ട് ഗുണങ്ങളാണ് ജീവികളുടെ ഗുണദോഷങ്ങളെ നിർണയിക്കുന്നത്. മനുഷ്യനെ പണ്ടുകാലം മുതലേ സജ്ജനം എന്നും ദുർജനം എന്നും രണ്ടായി തരം തിരിക്കാറുണ്ട്. സാത്വികമായ ചിന്തകളോടുകൂടിയ പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്ന നല്ല ചിന്തകളുള്ള ആളുകളെ സജ്ജനങ്ങളെന്നും, നെഗറ്റീവായ ചിന്തകളോടുകൂടിയ താമസമായ ഗുണങ്ങൾ അധികരിച്ച ആളുകളെ ദുർജനം എന്നും പറയാറുണ്ട്. ദുർജനങ്ങൾക്ക് അവരുടെ മേലാസകലം വിഷം വ്യാപിച്ചിരിക്കുകയാണ്. അവരുമായുള്ള സമ്പർക്കത്തിൽ മറ്റുള്ളവർക്കും ആ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നീതിസാരത്തിൻ്റെ ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. അധമചിന്തയുള്ള നെഗറ്റീവ് ചിന്തയുള്ള ആളുകളിൽ നിന്ന് അകലം പാലിച്ചാൽ അത് നമ്മിലേക്ക് നെഗറ്റീവ് എനർജി വന്നു ചേരാതെ നമുക്ക് നമ്മെ സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് പാമ്പിൻ്റെ വിഷം പോലെ, തേളിൻ്റെ വിഷം പോലെ ദുർജനങ്ങളുടെ ഉള്ളിലും വിഷമുണ്ട്. അത് അവരുടെ സർവാംഗം വ്യാപിച്ചിരിക്കുകയാണ്. ദുർജനങ്ങളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് എന്നാണ് നീതിസാരത്തിലെ ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു വിഷയം ഏവരുടെയും അറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.